അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു അവസ്ഥയിലൂടെ പോകുന്ന വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ മലന്ന് കിടക്കുന്ന ഒരു സർജറി ഉണ്ടായിരുന്നു. അതായത് ഒരു 2008 മുതൽ ഞാൻ ഡോക്ടറെ കണ്ടു തുടങ്ങി, പല ഡോക്ടറെ കാണിച്ച് എങ്ങൊന്നും എനിക്കൊരു സമാധാനമൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ അങ്ങനെ വർഷങ്ങൾ നീണ്ടിരുന്ന കാത്തിരിപ്പിനൊടുവിൽ ഈ കഴിഞ്ഞ ആഴ്ച അത്യാവശ്യമായിട്ട് മമോപ്ലാസ്റ്റി ചെയ്യേണ്ടതായിട്ട് വന്നു. അതായത് എനിക്ക് ബ്രസ്റ്റിന് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതെല്ലാം പരിഹരിച്ചുകൊണ്ട് സർജറി ചെയ്തു. ഒരാഴ്ച ആയിട്ടില്ല, ഇപ്പം 6ാമത്തെ ദിവസമാണ്. ഇന്ന് 6ാമത്തെ ദിവസമാണ്. ഡിസ്ചാർജായി വന്നു. എറണാകുളത്തായിരുന്നു, ആസ്റ്റർ മെഡിസിറ്റിയിലായിരുന്നു. അങ്ങനെ ഏകദേശം 4.5 മണിക്കൂറോളം നീണ്ട സർജറിക്കൊടുവിൽ ഞാൻ വീണ്ടും ഒരു 4.5 മണിക്കൂർ കഴിഞ്ഞ് കണ്ണു തുറന്നു. ഒരു 3 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജായി. ഇപ്പോൾ വീട്ടിലുണ്ട്. ഈ ഒരു 3 മാസത്തേക്ക് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വേർക്കുവോ അമിതമായി വേർത്ത് കഴിയുമ്പോഴത്തേക്കൊന്നും നമുക്ക് ചൊറിയാൻ തുടങ്ങും. ചൊറിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അത് ഇൻഫെക്ഷനാകും. അതുകൊണ്ട് ചൂടടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് ഫാനിട്ടിരുന്ന് നോക്കി, കൂളർ വെച്ച് നോക്കി, ടേബിൾ ഫാനും കൂടെ വെച്ച് നോക്കിയിട്ട് ഒരു തരത്തിൽ രക്ഷയില്ല. ഭയങ്കര ചൂട്. എന്നെ വേർക്കാൻ തുടങ്ങി. പിന്നെ ഉറക്കത്തിൽ തിരിഞ്ഞു കിടക്കാനോ ചരിഞ്ഞു കിടക്കാനോ ഒന്നും പറ്റുകയില്ല. എന്തൊക്കെയാക്കി ഞാൻ ചൊറിഞ്ഞു. അവസാനം അത് പൊട്ടി. പിന്നെ വീണ്ടും ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകേണ്ടി വന്നു. എറണാകുളത്ത് പോയില്ല, ഇവിടെ അടുത്ത് തന്നെ പോയി. അങ്ങനെ ഇന്നും 2 ദിവസം കാറിൽ ജീവിതം കഴിച്ചു കൂട്ടേണ്ടതായിട്ട് വന്നു. അത്രയ്ക്ക് ചൂടാണ്, ഒരു രക്ഷയില്ല. ഈ പിന്നെ മേൽക്കൂര, അതായത് ടെറസിൽ നിന്നുള്ള ചൂടും, ഈ സൈഡിലോട്ട് മരത്തിന് പൊക്കമില്ല, അപ്പോൾ ടെറസിൽ നിന്നുള്ള ചൂട് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇതിനകത്ത് കിടന്ന് വേർത്ത് കുളിച്ച് ഒടുവിൽ അങ്ങനെ AC വാങ്ങണോ വേണ്ടിയോ ആലോചിച്ച് വേറെ നിവർത്തിയില്ലാണ്ട് AC വാങ്ങിച്ചു. AC വാങ്ങിച്ചത് ഫിറ്റ് ചെയ്യാൻ ആൾക്കാർ വന്നപ്പോൾ കറണ്ട് പോയി. വൈകിട്ട് 5 മണിക്കേ വരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് അവർ വന്ന് ഫിറ്റ് ചെയ്തിട്ട് പോയി. സ്വിച്ച് ഇട്ടാൽ മതി, ശരിയായിക്കോളൂ എന്നൊക്കെ പറഞ്ഞു. ഇടയ്ക്കൊന്ന് കറണ്ട് വന്നായിരുന്നു. ആ സമയം കൊണ്ട് അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവർ പോയി. അങ്ങനെ നമ്മളും വെച്ചു ഒരു നിവർത്തി ഉണ്ടെങ്കിൽ ഞാൻ വെക്കുമല്ലേ. പലതരത്തിൽ കിടക്കുന്നുണ്ട് കൂട്ടി നോക്കി. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? AC ഇപ്പോൾ ഒരു ആഡംബരമല്ല, ഒരു അത്യാവശ്യമാണെന്നുള്ള തിരിച്ചറിവിൽ നിന്ന് നമ്മൾ AC വാങ്ങിയതാണ്. ഗാനമേള തുടങ്ങി. ആദ്യമൊക്കെ റോബോട്ട് പോലായിരുന്നു. കുറച്ച് ദിവസം ഭീമൻ രഘുവിന്റെ ഫിഗർ ചെയ്യുന്ന പോലെ എനിക്ക് ഏകദേശം ഞാൻ നടക്കുന്നത്. അമ്മ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. വയനാട്ടിൽ നിന്ന് പിന്നെ ശാലിനി ചേച്ചി വന്നിട്ടുണ്ട്, പിള്ളേർ ഇവിടെ ഉണ്ട്. AC വെച്ചപ്പോൾ തൊട്ട് ഒട്ടകത്തിനെ പോലെ എല്ലാം വന്ന് ഓരോ 5 മിനിറ്റ് കൂടുമ്പോൾ എല്ലാവരും വന്ന് കയറുന്നുണ്ട്. കാറ്റ് കൊണ്ടിട്ട് പോവാൻ ഇടുവാണെങ്കിൽ ഇതിന് പോകുക. ഈ ചന്തയിലൊക്കെ പോയി നമ്മൾ സാധനമൊക്കെ മേടിച്ച് ക്ഷീണിച്ച് നമ്മൾ ATM കയറി നിൽക്കത്തില്ല, അതുപോലെയാ. പക്ഷെ എനിക്ക് വിഷമമുണ്ട് എല്ലാവരും അല്ലാണ്ടിരിക്കുമ്പോൾ. ഞാൻ പറഞ്ഞു എല്ലാം കൂടെ പായിട്ട് നമുക്ക് ഇതിനകത്തങ്ങ് കൂടാ, അതായിരിക്കും നല്ലത്. പിന്നെ അമ്മുനെ ഞാൻ ഒരിടത്ത് ഇരുന്നതില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അതെടുക്കണം, ഇപ്പോഴല്ലേ എനിക്ക് പറ്റൂ, ഇപ്പോഴല്ലേ എനിക്ക് ഇങ്ങനെ എന്ത് പറഞ്ഞാലും ചെയ്ത്. അതുകൊണ്ട് ഞാനിങ്ങനെ കാണുമ്പോൾ നല്ല സന്തോഷം തോന്നിയാൽ അത്ര വലിയ സന്തോഷമൊന്നുമില്ല. പിന്നെ 3 മാസം എടുക്കും ശരിക്കും ഇത് മാറി പൂർണ്ണമായിട്ട്. മുറിവ് മാറി, അതിൻ്റെ സ്റ്റിച്ചും പാടും എല്ലാം മാറാൻ ഏകദേശം, അതായത് വേദനകളെല്ലാം മാറി നോർമൽ ലൈഫ് എത്താൻ 3 മാസം എടുക്കും. 6 മാസത്തിൽ അതിൻ്റെ പാടും കാര്യങ്ങളൊക്കെ പോകും. അതായത് 3 മുതൽ 6 മാസം വരെയാണ് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ, എല്ലാം ഓക്കെ ആവാൻ വേണ്ടിയിട്ട്. അതുവരെയൊന്നും റെസ്റ്റ് നടക്കൂല. എന്തായാലും ഒരു 2 ആഴ്ച പൂർത്തിയായിട്ട് നമ്മൾ റെസ്റ്റ് എടുത്തേ പറ്റും. പിന്നെ ഇവരൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ 1.5 മാസം വരെ കൃത്യമായിട്ട് എടുക്കാം. എടുത്തില്ലെങ്കിൽ അറിഞ്ഞൂടാ. ഇനിയിപ്പം ഒരാഴ്ചത്തെ മരുന്ന് തന്നിട്ടുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും പോകണം. വീണ്ടും പോകുമ്പോൾ അവർ ചെക്ക് ചെയ്തിട്ട് പറയും അടുത്ത എന്താ ചെയ്യേണ്ടത്, ഡംബിൾസൊക്കെ എടുക്കാറാ എന്നുള്ള കാര്യം പറയും. അപ്പോൾ അതൊരു കാര്യം. 2, എനിക്ക് കാട്ടിലോ വീട്ടിലോ ഒന്നും പോകാൻ പറ്റത്തില്ല. പക്ഷേ പോകാൻ നമ്മുടെ പിള്ളേർ ഇവിടെയുണ്ട്. നമുക്ക് വേണേൽ അമ്മൂനെ പറഞ്ഞു വിടാം, കുഞ്ഞാവെ പറഞ്ഞു വിടാം. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള 1-2 പിള്ളേരുണ്ട്, അവരെയൊക്കെ നമുക്ക് പറഞ്ഞു വിടണമെങ്കിൽ പറഞ്ഞു വിടാം. കാര്യങ്ങളൊക്കെ എല്ലായിടത്തും കൃത്യമായിട്ട് നടക്കും. പിന്നെ 2-3 കാര്യമുള്ളൂ. അതിൽ പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ വർഷം ഓർമ്മയുണ്ട് നമ്മൾ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സ്കൂൾ ബാഗും അതിൻ്റെ സാധനങ്ങളും കൊടുത്തത്. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ നമുക്ക് അവിടുത്തെ മാത്രം കുട്ടികളല്ല, വേറെ ഒരുപാട് കുട്ടികൾ നമുക്ക് അറിയാവുന്ന കുഞ്ഞുങ്ങളുണ്ട്. പലയിടത്തു നിന്നും പേരൻസ് വിളിച്ച് പറയാറുണ്ട് മക്കൾക്ക് സ്കൂളിൽ പോകാനുള്ള സാധനങ്ങളില്ല എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ പറ്റുന്നവരൊക്കെ ഒരു സ്കൂൾ ബാഗിൻ്റെ സെറ്റായിട്ട്, അതായത് പറ്റുന്ന പോലെ കുറച്ച് നോട്ട്ബുക്കും
കളർ പെൻസിലോ വല്ലതും ഉണ്ടെങ്കിൽ അതോ പെൻസിൽ, പേന, ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിൽ ഇതെല്ലാം കൂടെ ചേർത്ത് നിങ്ങൾ ഓരോ സെറ്റായിട്ടൊന്ന് അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അഡ്രസ്സ് ഈ പറയുന്നിടത്തിലാണെങ്കിൽ ഞാൻ ഒന്നിൽ ചേർക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലിടാം. അതും അല്ലെങ്കിൽ ചാനലിൻ്റെ എബൌട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അഡ്രസ്സ് കിട്ടും. ഒന്നത്. പിന്നെ പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ പറമ്പിലിറങ്ങാനോ അങ്ങനെ ഇറങ്ങാനോ ഒന്നും ഒരു 6 മാസത്തേക്ക് എന്നെ പറ്റില്ല. അതുകൊണ്ട് ഈ കഠിനമായ സഹായങ്ങൾ അല്ലെങ്കിൽ പിന്നെന്താ ഈ മിക്ക ദിവസവും എനിക്ക് വരുന്ന കോളുകളെന്ന് പറയുന്നത് മൈക്രോ ഫിനാൻസിൻ്റെയോ മറ്റോ ലോൺ എടുത്തു, പിന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, ആ ലോൺ വീട്ടാൻ അടുത്ത ലോൺ എടുത്തു, അപ്പോൾ ജപ്തി ആവാറായി, വെറുതെ വിളിച്ചിട്ട് 7-8 ലക്ഷം രൂപയൊക്കെ അങ്ങ് ചോദിക്കും. അത്രയല്ല ഉള്ളൂ, തന്നാൽ എന്താണെന്നൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത്. അപ്പം എന്നിൽ നിന്നും യാതൊരു സഹായവും പ്രതീക്ഷിച്ചിട്ട് ദയവേദിനി ആരും, അതായത് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ സാമ്പത്തികപരമായ ഒരു സഹായം പ്രതീക്ഷിച്ചിട്ട് ആരും തൽക്കാലം കുറേ നാളത്തേക്ക് വിളിക്കേണ്ട. ഞാൻ ഈ അവസ്ഥയിലിരിക്കുകയാണ്. ഞാനൊരു കയ്യാലപ്പുറത്തെ തേങ്ങയാണ്, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സംസാരിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷേ മനപ്രയാസമൊക്കെയാണ് വിളിക്കുക. നമുക്ക് സംസാരിച്ച പ്രശ്നങ്ങൾ, പരസ്പരം നമ്മുടെ പ്രശ്നങ്ങൾ പറയാം, ചിലരുടെ പ്രശ്നങ്ങൾ അങ്ങോട്ട് പറയാം, ചില പ്രശ്നങ്ങൾ ഇങ്ങോട്ടേക്ക്, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. അല്ലാണ്ടുള്ള പ്രശ്നങ്ങൾ ഇത് അതപ്പോൾ ഓർത്തോണം, ഞാൻ എത്രയോ നാളുകളായിട്ട് അനുഭവിക്കുന്ന പ്രശ്നമാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഞാൻ അസഹനീയമായ വേദനയെ സഹിച്ചുകൊണ്ടിരുന്ന ബ്രസ്റ്റിന്. എനിക്ക് സ്റ്റെപ്പ് ഇറങ്ങാൻ പോലും പറ്റുകയില്ല. പുറത്തിറങ്ങി കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിലെത്തണം. എനിക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ചാടി എണ്ണീക്കുമ്പോൾ, വണ്ടിയിൽ പോകുമ്പോൾ കുഴിയിൽ വണ്ടി ചാടുമല്ലോ, ഗട്ടർ ചാടുമ്പോഴും ഹമ്പ് ചാടുമ്പോഴൊക്കെ ഞാൻ സ്വർഗ്ഗലോകത്ത് വേദന കൊണ്ട് എത്തിയിട്ടുണ്ട്. അത്രയും പ്രശ്നങ്ങളായിരുന്നു. അപ്പോഴാണ് ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ. അതിലെനിക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നിയതെന്ന് പറഞ്ഞാൽ ആര് കുഞ്ഞമാമനോ വന്നേ വന്ന് ചോദിച്ചിട്ടേ അപ്പയുടെ കുഞ്ഞ് വന്നേടാ. എല്ലാവർക്കും ഹായ് എന്ന് പറ. അപ്പക്ക് എന്തോ മേടിച്ചോണ്ട് തരുന്നേ? മുട്ടായി. എവിടുന്ന് മേടിക്കുന്നേ? സത്യചേട്ടന്റെ കടയെന്നോ? ഓഹാ, സത്യചേട്ടന്റെ കടയിൽ നിന്ന് മുട്ടായി മേടിച്ചു തരുമോ? എത്ര എണ്ണം? ഈ 2 എണ്ണം വിട്ടിട്ടില്ലേ? അമലു എന്തോ നമ്മളെ പറഞ്ഞേ? മാമൻ കാണിക്കുന്നില്ല, ഗെയിം എന്നെ കാണിക്കുന്നില്ല. മോനെ ഗെയിം കാണിക്കുന്നില്ലേ? അമലുനെ കാണിച്ചില്ല. അമലുനെ വിളിച്ചോണ്ട് വന്നു. എന്നെ പ്രധാനമായിട്ട് എഫക്ട് ചെയ്തൊരു കേസ് ഞാൻ പറയാം. അതായത് കോട്ടയത്തുള്ളൊരു ഒരാൾ കാരണം എനിക്കുണ്ടായ മാനസിക പ്രശ്നം. ചേട്ടാ, ഇത് ആരോടുപ്പാ? ഇതെന്തു ഇതങ്ങ് തട്ടായിട്ടങ്ങ്. അമലുവേ, എന്തുകൊണ്ട് വിശേഷം? ആടാൻ തുടങ്ങി. എന്തുകൊണ്ട് വിശേഷം? അലക്കാൻ പോയോ ഈ രാത്രിയിലോ? ഇതാരാ? പിന്നെ ഇവനെ കിടിച്ചേട്ടാന്ന് വിളിച്ചേ? നീ വിളിയേക്കാത്ത അങ്ങനെ വിളിക്കണം, കിടിച്ചേട്ടാന്ന് വിളിക്കണം. ചുല്ലമ്മയോട് പറയാം അപ്പക്ക് ചായ തരാൻ. ആ, ഇവിടുന്ന് കിട്ടാൻ ചായക്കടയല്ല. ചിച്ചു പേപ്പർ തുടച്ചു. ഇവനെ അറിയത്തില്ല, ഇവനൊരിത്തിരി കെട്ടിപ്പിടുത്തം കൂടുതൽ അറിയില്ല. ഇവ ഈ ഞാനിവിടെ കിടക്കുമ്പോഴേ ഓടി വന്ന് കെട്ടിപ്പിടിക്കും, സ്നേഹം കൊടുത്തിട്ട്. ചമയം പഠിപ്പിച്ചല്ലേ തണുത്തോളം കുടിച്ച്. എപ്പൊ പറഞ്ഞു? ചോദ്യം ഉത്തരം നീയാണോ പറയുന്നേ? അമലുവിന് വെള്ളം വേണമെന്ന് പറഞ്ഞില്ല. പോയി അടുക്കളയിൽ പോയി കുടിച്ച രണ്ടുപേരൂടെ. അമലുവിനെ വിളിച്ചോണ്ട് പൊക്കിയോ രണ്ടുപേരും? പൊക്കോ. അമലു കിടിച്ചേട്ടനെ വിളിച്ചോണ്ട് കൂടു ചെല്ലു കൂടു. പിള്ളേരുള്ള വീടല്ലേ, അപ്പം ഇങ്ങനെയൊക്കെയാ. അതായത് ഞാനിങ്ങനെ ചെക്കപ്പും കാര്യങ്ങളും ഇങ്ങനെ അസഹനീയമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാൻ തുടങ്ങിയിട്ട് തീർത്തും എനിക്ക് സഹിക്കാൻ വയ്യാണ്ടായിട്ട് എൻ്റെ ഓർമ്മയിലൊരു കുറേ വർഷമായെങ്കിൽ പോലും കഴിഞ്ഞ 1 വർഷമായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നേ. അപ്പോൾ ആ സമയത്താണ് ക്യാൻസറൊക്കെ ആയിട്ട് തീരെ വയ്യാത്ത ഒരു ചേച്ചി വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു വർഷങ്ങൾ, ഈ ഒരു ജന്മത്തൊരാഗ്രഹമേ ഉള്ളൂ, സ്വന്തമായിട്ടൊരു വീട് വേണം, അതൊന്ന് എന്തെങ്കിലും ഒന്ന് ആക്കി തരുമോ, എനിക്ക് ഞാനൊരു 2 മാസം കൂടെ അങ്ങേറ്റം പോയി ജീവിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞു. മക്കളെന്തോ നാട്ടുകാരൊക്കെ ചേർന്ന് കെട്ടിച്ചു വിട്ടു. പിന്നെ ഇതുപോലെ ഭർത്താവും തീരെ വയ്യാത്താന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ വർത്തമാനത്തിൽ ഭയങ്കര വിഷമവും കാര്യവും തോന്നി. എന്നിട്ട് ഞാൻ കയറി ഇറങ്ങാവുന്ന എല്ലായിടത്തും ഞാൻ കയറി ഇറങ്ങി, ഇവർക്ക് സ്ഥലത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരാൾ സ്ഥലം തരാൻ തയ്യാറാന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് വയ്യാത്ത ഞാൻ ഇവിടുന്ന് പെട്രോളും മുടക്കി കാറിൽ
ഡ്രൈവറും വെച്ച് ഞാൻ എറണാകുളത്ത് പോയി. കാരണം അവർ സ്ഥിരമായിട്ട് താമസിക്കുന്ന എറണാകുളത്താണ്. പക്ഷെ അവർക്ക് പത്തനംതിട്ട തന്നെ കുറച്ച് സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തരാമെന്ന് പറഞ്ഞു. ഒരു 4 സെൻറ്റ് അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 സെൻറ്റ് സ്ഥലം തരാമെന്നാണ് പറഞ്ഞു. അങ്ങനെ പോയിട്ട് ആ അപ്പച്ചനെ കണ്ട്, ഒരു അപ്പച്ചനെ തരാമെന്ന് പറഞ്ഞു. ആ അപ്പച്ചനെ കണ്ട് ആ അപ്പച്ചനോട് സംസാരിച്ച് എല്ലാം റെഡി ആക്കിയപ്പോഴത്തേക്ക് അവരുടെ മക്കൾക്കും മരുമക്കൾക്കും അതിൽ തീരെ താല്പര്യമില്ല. ആ സ്ഥലത്തിൻ്റെ ഷേപ്പ് അങ്ങനെയാണ്. കാരണം അതിൽ നിന്നൊരു 3 സെൻറ്റോ 4 സെൻറ്റോ മാറിക്കഴിഞ്ഞാൽ പിന്നെ വഴിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ കാരണം അവർക്ക് താല്പര്യമില്ല. അപ്പോഴത്തേക്ക് മാസങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അപ്പം ഇവരിത് പറഞ്ഞിട്ടൊരു 8 മാസത്തോളമായി. എന്നിട്ടുണ്ട് ഞാനിട്ട് ഏതോ ഒരു വീഡിയോയിൽ ഇവരിങ്ങനെ അപ്പം ഇവരെന്നെ വിളിക്കുമ്പോൾ ഒക്കെ ഞാൻ ഈ ഹോസ്പിറ്റൽ കേസായിട്ട് എനിക്ക് പിന്നീട് അപ്പം ഞാൻ ഇടയ്ക്ക് മെസ്സേജ് ഇടുന്നുണ്ട്, ചേച്ചി മറന്നതല്ല, ഞാൻ ഇന്നപോലെ സ്ഥലം ആക്കിയിട്ടുണ്ട്. പക്ഷെ അവരുടെ മക്കൾക്ക് പറ്റാത്തതുകൊണ്ട് നമ്മൾ മനസ്സുള്ള നിർബന്ധം പിടിച്ച് നമുക്ക് സ്ഥലം വാശിക്ക് പിടിച്ചെടുക്കരുത്. ആരുടെയും ഒരാളൊരു സ്ഥലം തരുമ്പോൾ ആ കുടുംബം മൊത്തം അംഗീകരിച്ചിട്ട് നമുക്ക് മതി. അല്ലാണ്ട് നാളെ ഒരു പ്രായം ചെന്ന അച്ഛൻ എന്തെങ്കിലും പറ്റുമോ, അല്ലെങ്കിൽ എനിക്കും കൂടെ ഒന്നും എന്തെങ്കിലും പറ്റി എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിനിടയ്ക്ക് നിന്നവരും ഇല്ല ഉള്ളവരും ഇല്ലാണ്ട് നിങ്ങൾ നടുവഴിയിലാകും. അപ്പം കുറച്ചുകൂടെ വെയിറ്റ് ചെയ്താൽ നമുക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ് എന്നെക്കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഇടയ്ക്ക് ഞാൻ അല്ലാണ്ട് സഹായിച്ചൊക്കെ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം എൻ്റെ ഒരു വീഡിയോയിൽ ഇവർ വളരെ മോശമായിട്ട് കമൻറ്റ് ഇട്ടു. എന്താണ് പിന്നെ നീ കള്ളിയാണ്, എൻ്റെ വീട് സ്ഥലവും തരാമെന്ന് പറഞ്ഞത്. അപ്പോഴത്തേക്ക് അത് എൻ്റെ ആയി. ഇവിടെ എൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്. വീട് സ്ഥലവും തരാമെന്ന് പറഞ്ഞ് നീ അങ്ങനെ ചെയ്ത് ഇങ്ങനെയാണ് പറഞ്ഞു പറ്റിച്ചു, എനിക്കിനി നിൻ്റെ ഒന്നും വേണ്ട, നീ കള്ളിയാണ്, അങ്ങനെ പറഞ്ഞിട്ടൊരു കമൻറ്റ്. അപ്പം ഞാൻ ഈ പുള്ളിക്കാരിക്ക് ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ട് ഞാൻ ചോദിച്ചു അങ്ങനെ പറയുന്നു. ഞാൻ നിങ്ങൾക്ക് അറിയത്തില്ല, ഓരോ തവണ പോകുമ്പോഴും അവർ ഓരോ തവണ കാര്യങ്ങൾ പറയുമ്പോഴും ഞാനിങ്ങനെ അറിയിച്ചൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ വിളിച്ചിട്ട് 3-4 ദിവസം വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെന്ന്. അതാണ് അവർ കണ്ട പ്രധാന തെറ്റ്. അങ്ങനെ പറഞ്ഞിട്ട് ഇതായി. എനിക്കും അങ്ങനെ അറ്റ ദേഷ്യം വന്നിട്ട് ഞാനും തിരിച്ച് വോയിസ് മെസ്സേജ് കിട്ടുന്നത് ഇത് പിന്നെ അതായത് ഏതോ ഒരു ശക്തി ഉള്ളതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്തു തരാണ്ട് ഇതിങ്ങനെ തട്ടിപ്പോയത്. ഈ മനസ്സിലിരിപ്പുള്ളൊരു വ്യക്തിക്ക് തന്നിട്ട് കാര്യമില്ല. 8 മാസമല്ലേ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടുള്ളൂ. ഈ 8 മാസമല്ല, വർഷങ്ങളായിട്ട് ഇതുപോലൊരു വീടെന്ന സ്വപ്നം പറഞ്ഞിട്ട് കൂടെയുള്ള ആൾക്കാരുണ്ട്. തീരെ നിവൃത്തിയില്ലാത്ത ആൾക്കാരുണ്ട്. എണീറ്റ് പോലും നിൽക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ഈ കാട്ടിക്കിടക്കുന്നവരുടെ കാര്യം കൂടെ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇവരുടെ ഈ അവസ്ഥ കേട്ടിട്ട് ഒരു ജന്മത്തെ ആഗ്രഹമല്ലേ, തീരെ വയ്യാത്തല്ലേ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ ചെയ്തത്. ഞാനെന്നിട്ട് പലതവണ നോക്കി. എന്നാൽ ഇവർ അത്രയും ബുദ്ധിമുട്ടി കിടക്കില്ല, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും വാടകയ്ക്ക് നോക്കാതെ. ഞാൻ വാടക വീട് നോക്കിയിട്ട് ഒരു തരത്തിൽ ശരിയാവുന്നില്ല. മിനിമം എനിക്കൊരു 5000 അല്ലെങ്കിൽ 4000 രൂപ വാടകയ്ക്ക് ഇവിടെയൊക്കെ വീട് കിട്ടുന്നുള്ളൂ. ചില സമയം നമുക്ക് 1500 ഇവർക്ക് ഒരു ഒറ്റ മുറി ഒരു അടുക്കളയുടെ ആവശ്യമുള്ളൂ. നമ്മൾ തന്നെ കൊടുക്കേണ്ട വാടകയാണ് ഓർത്തോണം. അപ്പോൾ ഞാൻ ആ ഹസ്ബൻഡിന് ചെറിയൊരു ജോലിയാക്കി കൊടുക്കുക, ഇവരെ ഇവിടെ കൊണ്ട് താമസിപ്പിക്കുക അടുത്തെന്നൊക്കെ പറഞ്ഞ് കുറേ വീടുകളെ നോക്കിയിട്ട് ഒന്നും വീട് ശരിയാവുന്നില്ല. അപ്പോൾ ഇതാ പറഞ്ഞത്, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആർക്കാണോ ചെയ്യുന്നത് അവർക്കും കൂടെ ഒരു പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ ആ കാര്യം പെട്ടെന്ന് നടക്കുകയുള്ളൂ. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരാത്തതിൽ ഞാനിപ്പോൾ അഭിമാനിക്കുന്നുണ്ട്. അവരും ഇപ്പോൾ ഇതൊക്കെ വീഡിയോ കാണുമോ, എനിക്ക് അറിഞ്ഞൂടെ വീഡിയോ കാണുമില്ല എന്നുള്ളത്. ഞാൻ ലാസ്റ്റ് അവർക്ക് അയച്ചൊരു മെസ്സേജേ ഉള്ളൂ, എനിക്ക് ഡിസ്റ്റർബൻസ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ വാട്സപ്പിലായാലും ഏതൊരു കോളിലായാലും ഞാൻ ബ്ലോക്ക് ചെയ്യും. കാരണം പിന്നീട് ഒരു ഡിസ്കഷനോ പിന്നീട് അവർ കേൾക്കുന്നതിനോ, ഞാനും ദേഷ്യത്തിൽ തന്നെ വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, കൈയിട്ടിട്ട് ഞാനും അയച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ വേറെ യൂട്യൂബേഴ്സിനെ എല്ലാം കാണിച്ചിട്ട് നീ എൻ്റെ സ്വഭാവം ഇതാണെന്നൊക്കെ പറയും. പക്ഷെ ഞാൻ ഇവരുടെ സ്വഭാവം പെരുമാറ്റം കണ്ട ലാസ്റ്റ് തോന്നുന്നതെന്ന് പറയുമ്പോൾ ഇവരുടെ നിങ്ങാണ്ട് കുറേ കാശ് മേടിച്ച് എവിടെയോ ഞാൻ സ്ഥലവും മേടിച്ചിട്ടിട്ട് ഞാൻ വീടും വെച്ചിട്ട് ഞാൻ ഇവർക്ക് കൊടുക്കാത്ത പോലെയാണ് ഇവരുടെ ഈ പെരുമാറ്റം. ഇവരിത് പറയുമ്പോൾ നമ്മളെ വിശ്വാസമുള്ള മറ്റൊരാൾ സ്ഥലം തരണം, വേറെ ആരെങ്കിലും വീട് വെച്ചു. ഇതൊന്നും പറഞ്ഞാൽ സ്വന്തമായ ഒരു ലോണിന് അവരെയാണോ ചേച്ചി ഇവിടെ കൊണ്ട് താമസിപ്പിക്കാൻ എന്നോട് ഇടയ്ക്ക് പറഞ്ഞില്ല? റെന്റിന്, അവിടെ റെന്റിന്, അവിടെ നമ്മൾ നിന്ന വീട്ടില്, ഓടിട്ട വീട്ടില് അവിടെ നിർത്താൻ പറഞ്ഞില്ലായിരുന്നു. നന്നായി നടക്കാഞ്ഞത്. അല്ല, ഞാൻ പഴയ വീട്ടിൽ ഞാൻ നിന്നോണ്ടിരുന്ന വീടില്ല, വാടക വീട്, അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും ശരിയായില്ല എന്നുള്ളത് അവർക്ക് വേണ്ടിയിട്ട് ആ സമയത്ത്. അപ്പൊ അങ്ങനെ നമ്മൾ 1-2 പേരെയൊക്കെ പലയിടത്തായിട്ട് താമസിപ്പിക്കുന്നുണ്ട് വാടകയൊക്കെ കൊടുത്തിട്ട്. അവരുടെയൊക്കെ നമ്മൾ എല്ലാവരും നല്ല രീതിയിൽ പെരുമാറണമെന്നില്ല, പക്ഷെ മാന്യത നമുക്ക് വേണം. മാന്യമായുള്ള ഇടപാടില്ലെങ്കിൽ നമ്മൾക്ക് പറ്റുകയില്ല, നമ്മൾ കൈവിട്ടു. ഞാൻ സത്യം പറഞ്ഞാൽ സഹായിച്ചിട്ടുള്ളതിൽ ഞാൻ ഏറ്റവും ഇന്നും എന്നും ബുദ്ധിമുട്ടും വിഷമവും എനിക്ക് തോന്നിയത്, എന്നെ അതുപോലെ തോൽപ്പിച്ച് കളഞ്ഞതും ആയിട്ടുള്ള ഒരു ഒറ്റ കേസേ ഉള്ളൂ, ഒരൊറ്റ കേസ്. അത് അവരുടെ വീട്ടുകാർക്ക് വേണ്ടി മാത്രമല്ല, ആ വീട്ടിലുള്ള മൃഗത്തിനും കൂടെ വേണ്ടി നമ്മളെല്ലാം ചെയ്തു കൊടുത്തു. പക്ഷേ നമ്മൾ ചിന്തിക്കുന്ന ഒന്നും അല്ലായിരുന്നു ഒരു വ്യക്തി. അപ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് നമുക്ക് വേണ്ടാന്ന് വെക്കാനും പറ്റത്തില്ല എന്നൊരു വേറൊരു അവസ്ഥയിലായിപ്പോയി. അതിനുശേഷം ഞാൻ ഭയങ്കര കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി വയ്യാണ്ട് പറഞ്ഞ് മുന്നിൽ വന്ന് നിന്നാൽ മനസ്സിൽ ഉണ്ടെങ്കിൽ പോലും ഞാൻ വീണ്ടും ചിന്തിക്കുന്നുണ്ട്, വേണോ ഇവർക്ക് സഹായം ചെയ്യണോ, ഇല്ലെങ്കിൽ അതങ്ങനെ പല കേസുകളും ഞാൻ ഒഴിവാക്കി വിട്ടു.
എത്ര പേര് കോണ്ടാക്ട് ചെയ്യുന്നത്. ഇവർക്കൊക്കെ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെല്ലുക, വീഡിയോ എടുത്തിടുക, അവരുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുക, കഴിഞ്ഞു. നിസ്സാരമായിട്ടാണ് പറയുന്നത്. അത് ഇത്രയും പേര് കാണുന്നില്ലേ, വീഡിയോ അങ്ങ് ഇട്ടാൽ എന്താ എന്നാണ് ചോദിക്കുന്നത്. വീഡിയോ അങ്ങ് ഇട്ടാൽ എന്താ? അങ്ങനെ ഞാൻ ഏറ്റെടുക്കാനാണെങ്കിൽ കുറേ ഉണ്ട്. അപ്പോൾ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട്. അതുപോലെ വീഡിയോ ഇടുന്നവരും മനസ്സിലാക്കേണ്ടതെന്ന്, വീഡിയോ ചെയ്യുന്നു പറഞ്ഞ് ഓരോരുത്തർ വന്ന് അപ്രോച്ച് ചെയ്യും, നമ്മളോട് പറയുന്നവർ ഓർക്കുക, ഇതിലിപ്പോൾ 1 രൂപയെങ്കിൽ 1 രൂപ നിങ്ങൾക്ക് ഇട്ട് തരുന്നവനും കടത്തിന് മേലെ കടം നിൽക്കുന്നവരായിരിക്കും ഇട്ട് തരുന്നത്. നമ്മളോടുള്ളൊരു വിശ്വാസവും പിന്നെ അവരുടെ മനസ്സിലേനെ അപ്പോൾ പരമാവധി അവരെ പറ്റിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഭിന്നശേഷി കുട്ടികളുടെയും അല്ലാത്ത കുട്ടികളുടെയും കാര്യമില്ല, നാട്ടിൽ തന്നെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുന്നത്. അത് മാത്രമല്ല, ഈ ജൂൺ ജൂലൈ സമയമാകുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ പുറത്തുനിന്ന് കാര്യങ്ങൾ വിളിച്ചിട്ട് ചോദിക്കും, ഇതുപോലെ ഏതെങ്കിലും കുട്ടികളെ പഠിപ്പിക്കണമെന്ന്. അങ്ങനെ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ടെന്നറിയാമോ? അതായത് ആരാണോ പഠിപ്പിക്കാൻ വരുന്നത്, അതുപോലെ ചിലർ വിളിച്ചതുപോലെ സഹായം പറയും, എന്നെ ഇതുപോലെ എൻ്റെ കൊച്ചിനെ ഒന്ന് പഠിപ്പിക്കാൻ പറ്റുമോ, നല്ല മാർക്കുണ്ട് അങ്ങനെയെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ നോക്കും നല്ല മാർക്കാണ് കാര്യമാണെന്ന്. അപ്പോൾ സഹായിക്കുന്നവരെയും സഹായിക്കാൻ റെഡി ആയിട്ടുള്ളവരെയും സഹായം വേണ്ടവരെയും തമ്മിൽ അങ്ങ് കണക്ട് ചെയ്യും. മീഡിയേറ്ററായിട്ട് പോലും നമ്മൾ നിൽക്കില്ല, ജസ്റ്റ് അവരെ തമ്മിൽ ഒന്നിപ്പിക്കുന്നു എന്നുള്ളത്. നമ്മൾ ഓർത്തില്ല ചിലർ കാരണം മറ്റു ചിലർ കണ്ടുമുട്ടിയെന്ന്. അവർ തമ്മിൽ കണ്ടുമുട്ടോ സംസാരിക്കുക, പിന്നെ നേരിട്ടായിക്കോളും. അങ്ങനെ കുറേ കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പഠിപ്പിക്കാൻ ആരെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ പറയുക. കാരണം എൻ്റെ കയ്യിൽ കുറേ പിള്ളേരുണ്ട്. നിങ്ങൾ നേരിട്ട് കോളേജിൽ ഫീസ് അടയ്ക്കുമോ അല്ലെങ്കിൽ നേരിട്ട് അവർക്ക് കൊടുക്കുമോ, അങ്ങനെ നമ്മൾ മീഡിയേറ്ററായിട്ട് അല്ലാണ്ട് നമ്മളിതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമുക്ക് അറിയാം, എനിക്ക് നേരിട്ട് അവരെ പഠിപ്പിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്തേക്കൊരു ലിസ്റ്റായി നമ്മുടെ കയ്യിൽ. നമുക്ക് നേരിട്ട് പറ്റൂല. പക്ഷെ എല്ലാ കുട്ടികളെയും വിളിക്കുന്നവരെല്ലാം നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ചിലർ പറ്റുന്ന എന്താണെന്നറിയാമോ, എവിടെയാണ് ഈ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ, ഈ കണ്ട മൈക്രോ ഫിനാൻസിൽ നിന്ന് എവിടെന്നെങ്കിലും ലോൺ എടുത്തിട്ട് പെട്ടെന്ന് കൊണ്ട് നേഴ്സിങ്ങിനെന്നും പറഞ്ഞ് BSc നേഴ്സിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും ടാർപ്പേം കിട്ടിയ ഒരു ഊരെ കൊണ്ടങ്ങ് ചേർക്കും. ചേർത്ത് കഴിഞ്ഞ് ഒരു സെമ്മിനുള്ളത് ഇവരുടെ കാണുള്ളായിരിക്കും, കുറച്ച് നാളത്തേക്കുള്ള ഫീസേ ഉണ്ടാകത്തുള്ളായിരിക്കും. രണ്ടാമത്തെ സെമ്മിലേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇവർ മൈക്രോ ഫിനാൻസ് തീരെ കൂടുതലിടും. പിന്നെ അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് എന്ത് പറ്റും, ഇങ്ങനെ ലോണിന് മേലെ ലോൺ എടുത്തിട്ട് ഒരു 2.5 വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ നിൽക്കും. ഹോസ്റ്റൽ ഫീസും ഇല്ല, കോളേജ് ഫീസും ഇല്ല എന്നുള്ളൊരവസ്ഥയിലെത്തും. അന്നേരം വിളിച്ചിട്ട് നമ്മളോട് പറഞ്ഞൊരു വലിയ തുകയായിരിക്കും. ഇതിപ്പോൾ പഠിപ്പിക്കാൻ തയ്യാറായ ഒരു സ്പോൺസറിനോട് നമുക്ക് പറയാൻ പറ്റും, കൊച്ചിനോട് വലിയ തുക അടയ്ക്കാൻ. അതാണ് പ്രശ്നം. അപ്പോൾ സ്പോൺസർഷിപ്പൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ചേരുന്നതിന് മുന്നേ നോക്കണം, ഇന്ന പോലെ പഠിപ്പിക്കാൻ ആൾ തയ്യാറാണോ എന്നുള്ള രീതിയിൽ നോക്കിയാൽ കാര്യം മുന്നോട്ട് നടക്കും. ചെല്ല പോയി മേടിച്ച് കഴിക്കുക. ചെല്ല ഈ നിൽക്കുന്നവനെ കണ്ടെ മുടി കണ്ടോ, അവൻ്റെ ആഗ്രഹമാണ് അവന് മുടി വളർത്തി ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കണമെന്ന് അവൻ്റെ ആഗ്രഹമാണ്. പക്ഷെ കൊടുക്കുന്ന സമയം ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും എല്ലാം ചേർത്ത് നീ കൊടുത്തില്ലെങ്കിൽ നിന്നെ ഞാൻ ശരിയാണ്. അല്ലാണ്ട് മുന്നിലത്തെ മുടി മാത്രം വെട്ടിക്കൊടുത്തിട്ട് പുറകിൽ കോലം കെട്ട് വെക്കാൻ പരിപാടിയെങ്കിൽ ശരിയാണ്. നീ എന്താ കഷണ്ടി ആയിട്ട് കിടക്കാനോ? വളർന്നിട്ടുണ്ട്, നിക്കവിടെ നീ എന്നാന്ന് പറ. ഇത് ആർക്കാ, നീ പെണ്ണുങ്ങൾക്കാണോ ആണുങ്ങൾക്കാണോ കൊടുക്കുന്നേ? അപ്പൊ ഇത് ധാരാളം. സ്കൂള് തുറക്കുമ്പോ മുടി വെട്ടിയില്ലെങ്കിൽ പേൻ പിടിക്കും ചെറുക്കാ. ആ പൊന്നിന്റെ തലയിലെ പേൻ മൊത്തം നിന്റെ തലയിൽ കയറും. നമ്മുടെ അതെ, ഞങ്ങളുടെ തലയിൽ എന്റെ തലയിൽ പേൻ നിന്റെ തലയിൽ ഇട്ട് കഴിഞ്ഞു. ജാനു കോക്കോനെ പോലെയായി തല. കാലടച്ചോ. എന്തുവാടാ കഴിക്കുന്നേ? ചപ്പാത്തി കഴിക്കും. കറിയാടാ? പയറ് കറി. മുട്ടക്കറിയായോടാ? മുട്ടക്കറിയായോ? അതിൻ്റെ കഴിക്കാൻ കൊടുക്കും. കുഞ്ഞ് കുറച്ച് നേരമായിട്ടോ പറയും. നമ്മൾ ബാക്കി എന്താണിക്കാഹെ പറഞ്ഞോണ്ടിരുന്നത്? കാട്ടിലുള്ളവരുടെ കാര്യം. കാട്ടിലുള്ള 1-2 പേര് വളരെ ക്ലോസ് ആയിട്ട് ഇടപെടുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് ദിവസം മുന്നേ തന്നെ, ഇതുപോലെ എനിക്കൊരു സർജറി ഉണ്ടാവും, അറിയത്തില്ല ഡേറ്റ്, സാമ്പത്തികം അനുസരിച്ചാണ് നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്യത്തുള്ളൂ, എന്നിട്ട് പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഞാൻ വരത്തില്ല എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നേരമാണ് അന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു, അവർ കുറേ പേര് ചേർന്നിട്ട് അവരുടെ കയ്യിലുള്ള എല്ലാം നുള്ളിപ്പെറുക്കി, അതിൽ ഈ വർഷങ്ങളായിട്ട് കയ്യിൽ കഴുത്തിലൊക്കെ ഇടുന്ന ഈ വെള്ളി ആഭരണങ്ങളൊക്കെ ഇല്ലേ, ഇങ്ങനെ കറുത്തിട്ടൊക്കെ ഉള്ളത്, അതുവരെ ഊരി കൊടുത്താൽ കിട്ടുന്ന 10, 100, 150 രൂപയൊക്കെയാണ്. ചിലപ്പോൾ അത്രയും പോലും കിട്ടാത്ത സാധനങ്ങളുണ്ട്. അതുവരെ കൊടുക്കാൻ തയ്യാറായിട്ട് അവർ നാട്ടിൽ വന്ന് അന്വേഷിച്ചിട്ടുണ്ട് പലരും. ഇത് വിറ്റാൽ എത്ര കിട്ടും അല്ലെ അങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഒരു തുക അവർ പിന്നെ ആക്കിയിട്ട് ഏകദേശം കണക്കാക്കിയിട്ട് അവർ പറഞ്ഞു, ഇത്രയും പൈസ ഞങ്ങൾ തരാം ചേച്ചി, പിന്നെ ഓപ്പറേഷൻ ചെയ്യാൻ പോക്കോളാം, ആശുപത്രി പോകണമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ നമുക്ക് വേണ്ടതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു അതിൻ്റെ പൈസയുടെ വിലയിൽ പറയുവാണെങ്കിൽ അതൊന്നും ഇല്ലെങ്കിലും, പക്ഷെ അത് ചെയ്ത് അവരുടെ ഒരു മനസ്സിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ
കോടികളാണ്. കോടികളുടെ കാര്യം പറഞ്ഞപ്പോൾ ഓർത്തത് നമ്മൾ കാസ്റ്ററിലായിരുന്നു ചെയ്തത്. അപ്പോൾ ആസ്റ്ററിലെ ഒരു കാര്യം എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ അപ്പൂനെ കൊണ്ടുപോയി, ഞാൻ തന്നെ ഇപ്പം കഴിഞ്ഞ കുറേ നാളായിട്ട് 1 വർഷത്തോളമായിട്ട് ആസ്റ്ററിൽ തന്നെയാണ് പോകുന്ന ഓരോ കാര്യങ്ങൾക്ക്. അപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മൾ പോയി വരുന്ന ചികിത്സയില്ലേ, അവിടെ നിൽക്കാണ്ടുള്ള ചികിത്സ. ഇപ്പം നമ്മൾ പോയിട്ട് വരിക, അതിപ്പോൾ അപ്പൂനെ കൊണ്ട് പോയപ്പോഴാന്ന് പറഞ്ഞാലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നിട്ടില്ല. അതിൻ്റെ പിറ്റേന്നത്തെ ട്രീറ്റ്മെൻറ്റാന്ന് പറഞ്ഞാൽ കണ്ണൂരമ്മ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അവിടെയെന്ന് പറഞ്ഞാൽ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്നിട്ട് ഹോസ്പിറ്റലിൽ പോയാൽ ചെയ്തത്. പിന്നെ ടെസ്റ്റിനൊക്കെ പൈസയാവും, പക്ഷേ ടെസ്റ്റൊന്നും അവർ അനാവശ്യമായിട്ട് പിന്നെയും ചെയ്യുന്നൊന്നും ഞാനും അപ്പവും കാണിച്ച ഡോക്ടേഴ്സ് ഇതുവരെ ഇങ്ങനെ ചുമ്മാ എല്ലാ ടെസ്റ്റും ഒന്നും എടുപ്പിച്ചിട്ടൊന്നുമില്ല. ആവശ്യമുള്ളത് ചെയ്യിപ്പിച്ചിട്ടാണ് എനിക്ക് തോന്നിയത്. അവിടെ നിൽക്കേണ്ടി വരുന്ന സമയത്ത് ഭയങ്കര പൈസയാവും. അല്ലാണ്ട് ഇപ്പം നമ്മൾ ചെക്കപ്പിനൊക്കെ പോകുകയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് അവിടെ പോകുന്ന വണ്ടിക്കൂലിയുടെ ചിലവാണ് കൂടുതലായിട്ട് വരുന്നത്. ചെറിയ പൈസ ആകത്തുള്ളൂ മരുന്നിനൊക്കെ, അല്ലാണ്ട് വരുന്നതിനൊക്കെ. ഇത് പിന്നെ സർജറി ആകുമ്പോൾ അറിയാമല്ലോ, അത്യാവശ്യം നല്ലൊരു തുകയായി. പിന്നെ 3-4 ദിവസം കിടന്ന് ഇനി മമോപ്ലാസ്റ്റിയെ പറ്റി കൂടുതൽ അറിയേണ്ട ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, എൻ്റെ ഇതൊക്കെ ഒന്ന് മുറിവൊക്കെ കരിഞ്ഞ് എനിക്കെങ്ങനെയാണിത് ശരിക്കും എങ്ങനെയാണ് എഫക്റ്റീവ് ആയത് എന്ന് അറിഞ്ഞിട്ട് ഇതിനെപ്പറ്റി കൂടുതൽ, ഇത് എന്തിനാണ് ചെയ്യുന്നത്, എങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൻ്റെ കോസ്റ്റോ അത് ഏത് ലെവലിലാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ആദ്യം എനിക്കൊന്ന് ശരിയാവട്ടെ. ശരിയാവാണ്ട് ഞാൻ വന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ടാറ്റ. ഇവിടെ എല്ലാവരും ഉണ്ട്, എല്ലാവരെയും കുറച്ച് കാണിച്ചു തരാം. പോയിട്ട് ഒരു അമ്മനെ കാണിക്കണ്ടേ? വേണ്ട, അടുത്ത ദിവസം വേണ്ട, അടുത്ത ദിവസം കാണിക്കാം. ഇന്നൊരു ഇതില്ല, രസമല്ല. അവക്ക് ജലദോഷം എനിക്ക് ജലദോഷം കൊണ്ട് വന്നായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, ഇടയ്ക്ക് പിടിച്ചു. പക്ഷെ എന്റെ ഇമ്മ്യൂണിറ്റി പവർ അപാരമായത്. മരുന്നിനകത്ത് ഡോള ഉണ്ട്. ഇമ്മ്യൂണിറ്റി പവർ അങ്ങനെയൊന്നും എനിക്ക് പിടിക്കൂല. ഇല്ല, കുറച്ച് മുന്നേ ആച്ചീന്ന് കേട്ടായിരുന്നു ഇങ്ങോട്ട്. തുമ്മാൻ പറ്റത്തില്ല, ചുമക്കാൻ പറ്റില്ല. ഇപ്പം വീഡിയോ ഓഫാക്കി കഴിഞ്ഞിട്ട് വേണം ദേവിയേന്ന് വിളിച്ചൊന്ന് കിടക്കാൻ നിവർന്ന്. ആദ്യമേ കഴിക്കും, ഗുളിക കഴിക്കാറുണ്ട്. ഗുളിക കഴിക്കാത്തതിന്റെ കുറവൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. ശരിക്കും ഒന്ന് നോക്കിക്കേ. എല്ലാം പെയിൻ കില്ലറിന്റെ ഗുണം. എല്ലാത്തിനും നന്ദി പെയിൻ കില്ലറിനോട്. പക്ഷേ സർജറി ചെയ്ത ഡോക്ടറിനോടുള്ള എന്റെ കോൺഫിഡൻസ് ഞാനാണെങ്കിൽ കാണിക്കാൻ. ഞാൻ സർജറിക്ക് പോയത് എങ്ങനെയാണ്, കാവടി തുള്ളിയാ പോയത്. പാട്ടുണ്ടല്ലോ, അതാ അഞ്ചക്കള്ള കൊക്കൻ. ആ പടത്തിന്റെ പേര് എന്റെ വായിക്കൊണ്ടിട്ടില്ല. അഞ്ചക്കള്ള കൊക്കൻ. കുറച്ച് പോലെ പിന്നെ അഞ്ചക്കൊള്ള കക്കനാവും. അപ്പൊ അഞ്ചകോവണ അതാ ചാരി കൂലി ഇരിക്കലെന്ന് ഡോക്ടർ പറഞ്ഞു. വലിയ വാക്ക് പറയില്ലെന്ന് പറഞ്ഞത് ആ സിനിമ കട്ടിപ്പടിയല്ലെന്ന് ഡോക്ടർ അപ്പളേ പറഞ്ഞു. ആ സിനിമയിലെ മറ്റേ തുമ്പിയില്ലേ, തുമ്പിപ്പാട്ട്, തുമ്പി അതൊക്കെ കേട്ട് ചില്ല് ചെയ്ത്. കണ്ണൂരമ്മ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ കണ്ണൂരമ്മ ഉണ്ടായിരുന്നു, കുഞ്ഞാവ ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ കൂടെ നിൽക്കും. ഇവക്ക് രാവിലെ ഓഫീസ് കയറുണ്ട്. ഇവള് എല്ലാ ദിവസവും വീട്ടിൽ പോയിട്ട് റെഡി ആയിട്ട് വരും. അപ്പൊ വരുമ്പോഴെങ്ങനെയാന്ന് വെച്ചാല് നല്ല പെട്ട സാരി കൊടുത്ത് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മറ്റേ പച്ചക്കോളറിൽ ഇല്ല പിഷാരടി തൂക്കുപാത്രോ ഷർവാടിയൊക്കെ ഇട്ടോണ്ട് ഒരു ആശുപത്രി ഇതുപോലെ നല്ല സെറ്റ് സാരി എടുത്ത് കൂടെ പൂക്കെ വെച്ചിട്ടാ വന്നത്. അതുകൊണ്ട് എനിക്ക് അവളുടെ വീഡിയോ ഞാൻ എടുത്തില്ല. ഒരു ബൈസ്റ്റാർട്ടർ എന്നൊക്കെ പറയുന്നത്. ഞാൻ 3 ദിവസം ഫോൺ ഓഫ് ചെയ്ത് വെച്ചു, എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനൊന്നും. ഞാൻ അങ്ങോട്ട് പോകുമ്പോ കാണാൻ ടാറ്റയൊക്കെ തന്ന പോലെ. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോ ആ ടാറ്റയൊന്നും ഇല്ല. മുട്ടക്കറിയായി ഞാൻ കഴിക്കടാ, ഒന്നുകൂടെ കഴിക്കടാ. അങ്ങനെ കാവടി തുള്ളി സന്തോഷമായി ടാറ്റയൊക്കെ കൊടുത്ത് ചിരിച്ച് ചില്ല് ചെയ്ത് വരുമ്പോൾ തിയേറ്ററിലോട്ട് കയറ്റുമ്പോൾ ഞാൻ വിചാരിച്ചത് തിയേറ്ററിൽ കയറുമ്പോഴെങ്കിലും ഒന്ന് ഞെട്ടാവുന്ന വിഷമിക്കാനാണ്. അപ്പോൾ ഡോക്ടറിനോട് 2 തവണ ചോദിച്ചു പേടിയുണ്ടോ? ഇല്ല ഡോക്ടർ ഒന്നുമില്ല, പേടിയില്ല. ഇങ്ങനെയൊക്കെ തിയേറ്ററിലോട്ട് കയറിയപ്പോഴത്തേക്കൊണ്ടും മറ്റേ അയൺ സിനിമയിലെ പാട്ടില്ലേ, അത് പഠിക്കോ വേണ്ട സംഭവം അതാന്ന് മനസ്സിലായല്ലോ. പാട്ടിട്ടേക്കുന്നത് എനിക്ക് തിയേറ്ററാന്നൊരു ഫീല് വരണ്ടേ. അപ്പൊ തിയേറ്ററാ കൈ പിടിച്ചിട്ട് സൂചി അനസ്തേഷ്യ തരാൻ വേണ്ടിട്ട്, ജനറൽ അനസ്തേഷ്യ, ഫുൾ ബോഡി അനസ്തേഷ്യ ആയിരുന്നു. അപ്പൊ ഇതിങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് ഇവര് നോക്കിട്ട് കയ്യിന് ജനപ്പോലും ഒന്നുമില്ല, വെയിൽ കിട്ടുന്നുണ്ട്. ആ ചേച്ചി മാത്രം നല്ല 2 കുത്തി. പക്ഷെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ 2 ബ്രസ്റ്റിൽ നിന്ന് ട്യൂബ് ഇട്ടിട്ടുണ്ട് ബ്ലഡ് പോകാൻ വേണ്ടിയിട്ട്. കയ്യിൽ സൂചി ക്യാനുലയുണ്ട്, കാലിൽ 2 ക്യാനുലയുണ്ട്, കത്തിയിട്ടിട്ടിട്ടുണ്ട് യൂറിൻ പോയി. ഇത്രയും സാധനമുണ്ട്. പക്ഷെ ഞാൻ വർത്തമാനം പറഞ്ഞ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് ഇത്രയും സാധനം ബോഡിയിൽ ഫിറ്റ് ചെയ്തെന്നുള്ള കാര്യം ഞാൻ അറിയുന്നത്. ഞാൻ അപ്പോഴാണ് അറിയുന്നത്. അന്നേരം അതുവരെ ഇപ്പോഴത്തേക്ക് പിന്നെ എന്നിട്ട് കണ്ണു തുറന്ന് എനിക്ക് ശകലം പോലും പോയി. അവിടെ വന്ന് നിന്നുകൊണ്ട് ആദ്യം ഒരിത്തിരി നേരം അമ്മു
കണ്ണുനീരൊക്കെ തുളുമ്പിട്ട് കണ്ണൂരമ്മു. പിന്നെ അവിടെ തനിക്കുളം. എന്നിട്ട് ഞാനിങ്ങനെ ഇവള് വിഷമിച്ചിരിക്കുമ്പോൾ ഇവളുടെ അടുത്ത് വരുന്ന ചളി അടിച്ചിട്ട് ഇവിടെ ഇട്ട് വാരുന്ന എല്ലാം കൂടി ഇട്ട് ചിരിച്ച് വയ്യായിരുന്നു. നേഴ്സന്മാർക്ക് എന്ത് ചെയ്യാറ്റാണ്? രോഗിയാണ് അത്ര രോഗി. വേദന അല്ല, ഞാൻ അവിടെ ചിരിച്ചത് ഞാൻ കരയാ. കോമഡി ആയിട്ട് ചിരിക്കുന്ന വേദന കൊണ്ട് കരയുന്നത് വല്ലാത്തൊരു പ്രത്യേകതരം വിനോദം. അപ്പൊ എല്ലാരും എന്റെ താഴെ എഴുതിക്കേ കമന്റില് ഗെറ്റ് വെൽ സൂൺ കേട്ടെന്ന് മെറൂറുതി ഇറങ്ങി കുളിരു പറഞ്ഞിടിക്കുകയാണോ നമ്മളെ? അപ്പൊ ഇനി വീട്ടിലുള്ള പഴയകാല വീഡിയോ പോലെ ഞാൻ അങ്ങനെ ഇങ്ങനെ നടക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വീഡിയോസ് എടുക്കുന്നതായിരിക്കും. നമ്മൾ ക്യാമറ വെച്ച് പകർത്തുന്നതായിരിക്കും. കോമഡിയാ. ഇനിയിപ്പോ ഇങ്ങനെ ആയിരിക്കും. ഈ കട്ടിലിൽ കിടക്കുക, രാവിലത്തെ ഭക്ഷണം, വന്താ സുത്താ സെത്താ റിപ്പീറ്റ്. പിന്നെ നടക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേദന മാറുക. ഇപ്പൊ കിടക്കുക എണീക്കുകയും ചെയ്യുമ്പോൾ ചുമയ്ക്കുമ്പോഴും തിരിയുമ്പോഴും മറിയുമ്പോഴും ഇതെല്ലാം വേദന. നേരെ കിടക്കണം ഒരു 2 മാസം 2 ആഴ്ചയൊക്കെ നേരെ കിടക്കായിരിക്കും. എന്തെങ്കിലുമൊക്കെ ചെയ്തു. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് AC കണ്ടുപിടിച്ചവരെ നന്ദി പറഞ്ഞുകൊണ്ട് മറക്കണം. ശരി എന്നാ, ഓക്കെ, ബൈ. വീഡിയോ എടുക്കുക. എനിക്ക് ടിവിയും വേണ്ട, ഫോണും വേണ്ട. ഇവിടെ ഫുൾ എന്റർടൈൻമെന്റ്. ഞാൻ പാടുന്ന നോക്കാം. പെണ്ണല് തന്നെ വീണു. എന്താ ചുല്ലുവമ്മ വരാത്തെ? നിന്നെ പേടിച്ച് വരാത്ത? 12 മണിയായിട്ട് ഉറങ്ങാത്ത ഒരാണ്ട് ഇരിക്കുന്നു നോക്കാം, അടുക്കി വെച്ചേക്കുന്ന പോലെ. നെപ്പപ്പോ അല്ല നെയ്യപ്പം.